കാൽമാർ എന്ന് കാലിബ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. ഇത് മോഡൽ DRU450 കാൽമാർ. ഓക്കെ, ഇതിൻ്റെ കാലിബ്രേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗിയർ ബോക്സിൻ്റെ കാലിബ്രേഷനാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെയായിട്ട് സ്വിച്ച് തരുന്നുണ്ട്. ഓക്കെ, ഈ ഇൻ്റർഫേസ് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതിനകത്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഇൻ്റർഫേസിനകത്ത് നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് പ്രസ് ക്ലോസ്, ഓക്കെ, പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ഇതിനകത്ത് അടിച്ചുതരാം. ഇതിനകത്ത് മൂവ് ആക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് മൂവ് ആക്കുക, പാസ്വേഡ് അടിക്കുക. ഓക്കെ, പാസ്വേഡിനകത്ത് പാസ്വേഡ് 1 ആണ്. ഓക്കെ, പാസ്വേഡിനകത്ത് 1 എൻ്റർ ചെയ്യുക. ഓക്കെ, 1 എൻ്റർ ചെയ്യുക, 1 എൻ്റർ ചെയ്യുക. ഇതടിച്ച് കഴിഞ്ഞാൽ 1 ആവും കേട്ടോ. ഓക്കെ, എൻ്റർ. ഓക്കെ, ഈ ഇൻ്റർഫേസിനകത്ത് ട്രാൻസ്മിഷൻ. ഓക്കെ, ട്രാൻസ്മിഷനകത്ത് ട്രാൻസ്മിഷൻ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഇതിനകത്ത് മണ്ടിക്കുണ്ടോ കാലിബ്രേറ്റ്, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, സൈഡിലേക്കാക്കുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിതിനകത്ത് ആൾറെഡി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആക്ച്വൽ ടെമ്പറേച്ചർ, ടാർഗറ്റ് ടെമ്പറേച്ചർ നമുക്ക് 60 ഡിഗ്രിക്കും, അതായത് 60 ഡിഗ്രിക്കും മണ്ടയ്ക്ക് നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. അതായത് ഗിയർ ബോക്സ് ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. ഇൻ കേസ് നമുക്ക് 60 ഡിഗ്രിക്ക് മണ്ടയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് മോഡിനകത്ത് ഇട്ടിട്ട്, ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 1 ആവും. ഓക്കെ, 1 ആയി കഴിഞ്ഞാൽ ഹീറ്റ് മോഡിലാണ്. ഹീറ്റ് മോഡിലിട്ടിട്ട് എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിട്ട് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചവിട്ടരുത്. ബ്രേക്ക് ചവിട്ടാതെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നേരെ ഫോർവേഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, വണ്ടി പോകത്തില്ല. എന്നിട്ട് നമുക്ക് എത്ര ത്രോട്ടിൽ വേണോ ത്രോട്ടിൽ കൊടുക്കുക. ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കിവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ഓക്കെ, നമുക്കിപ്പോൾ ആൾറെഡി ടെമ്പറേച്ചർ ഉണ്ട്, സോ അതുകൊണ്ട് ഹീറ്റ് മോഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ബാക്ക് ടു നമ്മുടെ ഹീറ്റ് മോഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നേരെ ന്യൂട്രൽ പാർക്ക്. ഓക്കെ, ഇനി നമുക്ക് നേരെ വന്നിട്ട് നെക്സ്റ്റ് ഇൻ്റർഫേസിലേക്ക് പോവാം. ഇതിനകത്ത് റിക്വസ്റ്റ് കാലിബ്രേഷൻ. ഓക്കെ, ഇതിനകത്ത് റിക്വസ്റ്റ് കാലിബ്രേഷൻ. ഓക്കെ, ഇതിനകത്ത് 1 റിക്വസ്റ്റ് കൊടുക്കുക. അപ്പം ഇപ്പം കാലിബ്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. കാലിബ്രേഷൻ സ്റ്റാർട്ടായ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി സ്റ്റിയറിംഗിൽ നിന്ന്, അതായത് വേറെ ബ്രേക്കോ കാര്യങ്ങളോ, ഓക്കെ സോറി, കാലിബ്രേഷൻ സ്റ്റാർട്ടായ സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഡ്രൈവർ സീറ്റിൽ ആളുണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം ആൾറെഡി ഓട്ടോമാറ്റിക് ഇത് കട്ടായി പോകുന്നതാണ്. പിന്നീട് ബ്രേക്ക് കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ചുമ്മാ അതിനകത്ത് ഇരുന്നാൽ മതി. പിന്നെ ശ്രദ്ധയ്ക്ക് വീൽ ചോക്ക് യൂസ് ചെയ്യുക. ഇൻ കേസ് ഫോർവേഡ് റിവേഴ്സോ പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് റെയറായിട്ട് ഫോർവേഡ് റിവേഴ്സും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം പാർക്കിംഗ് ബ്രേക്ക് അത്ര എൻഗേജഡ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താവും, നമുക്ക് കാലിബ്രേഷൻ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 0 കാണിക്കും. 0 കാണിക്കുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് സേവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ കീ ഓഫ് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കീ റിമൂവ് ചെയ്ത് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചാവി ഓൺ ചെയ്യുക. നമ്മുടെ കാലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.